ഹലോ എവരി വൺ, മൈ നെയിം ഈസ് രാജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിവറിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ഹെപ്പറ്റൈറ്റിസ് വൈറസുകളെ കുറിച്ചിട്ടാണ്. ടോട്ടലി ദർ ആർ 7 ഓഫ് ദാം. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ, ജി ആൻഡ് എഫ്. ഇവിടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ദാറ്റ് ഈസ് ഹെപ്പറ്റൈറ്റിസ് എ, ബി ആൻഡ് സി. ഹെപ്പറ്റൈറ്റിസ് എ ഈസ് ഓൾസോ കോൾഡ് HIV, ബി ഈസ് ഓൾസോ കോൾഡ് HBV ആൻഡ് സി ഈസ് ഓൾസോ കോൾഡ് HCV. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് എയും സിയും സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസുകളാണ്. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി ഈസ് എ പാർഷ്യലി ഡബിൾ സ്ട്രാൻഡഡ് DNA വൈറസ്. നമ്മൾ എന്തായിരുന്നു വൈറസ് ആദ്യം പഠിക്കാൻ നേരത്ത് അവരെ RNAയുടെയും DNAയും ബേസിൽ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നോർമലി എല്ലാ DNA വൈറസുകളും ഫുള്ളി ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA വൈറസുകളായിരിക്കും. ബട്ട് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കേസിൽ ഇറ്റ് ഈസ് പാർഷ്യലി ഡബിൾ സ്ട്രാൻഡഡ് DNA വൈറസ്. അതായത് നോർമലി ഇപ്പോൾ ഒരു സെല്ലിനകത്ത് വൈറസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവർ പുറത്തോട്ട് റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ ഈ 2 സ്ട്രാൻഡും ഫുള്ളി ഡെവലപ്പായി കാണും. ബട്ട് ഹെപ്പറ്റൈറ്റിസിൻ്റെ കേസിൽ ഒരു സ്ട്രാൻഡ് ഫുള്ളി ഡെവലപ്പ് ആവും, മറ്റേ സ്ട്രാൻഡിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഇവർ സെല്ലിന് പുറത്തോട്ട് റിലീസ് ആക്കപ്പെടാറുണ്ട്. ദ ഹെപ്പറ്റൈറ്റിസ് കോസ്ഡ് ബൈ HAV ഈസ് കോൾഡ് ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ എൻഡറിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നു. അതിന് കാരണം മാൻ ടു മാൻ ഫീക്കോ ഓറൽ കണ്ടാമിനേഷൻ വഴി ഈസിലി സ്പ്രെഡ് ആവുന്നത് HAV ആണ്. പിന്നെ ഇവർ ബോഡിയിലോട്ട് എത്തുന്നത് മൗത്ത് വഴി ഇൻറ്റസ്റ്റൈനിൽ ചെന്നിട്ടായിരിക്കും ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ബോഡിയിലെത്തുന്നത്. അതുകൊണ്ടാണ് എൻഡറിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് കോസ്ഡ് ബൈ HCV ഈസ് കോൾഡ് പോസ്റ്റ് ട്രാൻസ്ഫ്യൂഷൻ ഹെപ്പറ്റൈറ്റിസ്. അങ്ങനെ പറയാൻ ആദ്യകാലങ്ങളിൽ പണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടന്നു കഴിഞ്ഞുള്ള പേഷ്യൻസിനൊക്കെ ആയിരിക്കും ഈ ഹെപ്പറ്റൈറ്റിസ് സി കണ്ടിരുന്നത്. പൊതുവേ ഇത് ബ്ലഡിൽ കൂടെയാണ് മറ്റൊരു പേഷ്യൻറ്റിലോട്ട് പകരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പാരൻറ്ററൽ ഹെപ്പറ്റൈറ്റിസ്. അത് മറ്റൊന്നും കൊണ്ടല്ല, പാരൻറ്ററൽ എന്നുകൊണ്ട് ലിറ്ററലി മീൻ ചെയ്യുന്നത് ഇൻറ്റസ്റ്റൈൻ വഴി അല്ലാണ്ട് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ റൂട്ട് ബൈപ്പാസ് ചെയ്ത് ഡയറക്റ്റ്ലി ബ്ലഡിലോട്ട് എത്തുന്ന ഒരു വൈറസാണിത്. അങ്ങനെ കോസ് ചെയ്യുന്ന ഹെപ്പറ്റൈറ്റിസ് ആയതുകൊണ്ടാണ് പാരൻറ്ററൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിച്ചിരിക്കുന്നത്. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് കോസ്ഡ് ബൈ HBV ഈസ് കോൾഡ് സെറം ഹെപ്പറ്റൈറ്റിസ്. ഇങ്ങനെ പേര് വീഴാൻ കാരണം ഇതാദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ഒരു ഇൻഫെക്റ്റഡ് പേഷ്യൻറ്റിൻ്റെ സെറത്തിൽ നിന്നാണ്. ബട്ട് ദിസ് ഈസ് ഓൾസോ പ്രസൻറ്റ് ഇൻ വോൾ ബ്ലഡ് ആൻഡ് ദിസ് ഈസ് ഓൾസോ പാരൻറ്ററൽ റൂട്ട്. അതായത് ഇൻറ്റസ്റ്റൈനെ ബൈപ്പാസ് ചെയ്ത് ഡയറക്റ്റ്ലി ബ്ലഡിലോട്ട് ഇനോക്കുലേറ്റ് ആവുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ മോർഫോളജി ഓഫ് ദീസ് വൈറസസ് വിച്ച് ഇൻക്ലൂഡ്സ് അവരുടെ ഷേപ്പ്, സൈസ്, presence or absence of envelope, type of nucleic acid, structural proteins present and unique particles if present. The first one is shape. ഇതിൽ HIV മാത്രം ഐക്കോസഹൈഡ്രൽ ഷേപ്പാണ്, വിച്ച് ഈസ് ജോമെട്രിക്കലി സിമെട്രിക്കൽ ആൻഡ് ഹാവിങ് 20 സൈഡ്സ്. സിമെട്രിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്ട്രക്ചറിനെ നടുക്കുന്ന സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറവും ഇപ്പുറവും ഒരേപോലെ തന്നെ ഇരിക്കും. ആൻഡ് HCV ആൻഡ് HBV ആർ സ്പെറിക്കൽ ഇൻ ഷേപ്പ്. ആൻഡ് HBV തന്നെ 3 ഫോമിൽ കാണപ്പെടാറുണ്ട്. ദ മോസ്റ്റ് കംപ്ലീറ്റ് ആൻഡ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളൊരു ഫോമാണ് ഡെയിൻ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇതുകൂടാണ്ട് സ്പെറിക്കൽ ഫോമിലും ട്യൂബുലർ ഫോമിലും HBV കാണപ്പെടാറുണ്ട്. ഇൻ ടേംസ് ഓഫ് സൈസ് HIV ആണ് ഏറ്റവും സ്മോളസ്റ്റ്, 27 to 32 നാനോമീറ്ററാണ് അവരുടെ സൈസ്. ആഫ്റ്റർ ദാറ്റ് HBV 42 നാനോമീറ്റർ ആൻഡ് HCV ഈസ് ദ ലാർജസ്റ്റ് കമ്പാരറ്റീവ്ലി വിച്ച് ഈസ് 50 to 60 നാനോമീറ്ററാണ് അവരുടെ സൈസ്. ആൻഡ് ഇൻ ടേംസ് ഓഫ് എൻവലപ്പ് HIV മാത്രമേ ഇവരുടെ കൂട്ടത്തിൽ നോൺ എൻവലപ്ഡ് വൈറസ് ഉള്ളൂ, അല്ലെങ്കിൽ നേക്കഡ് വൈറസ് എന്നൊക്കെ വിളിക്കും. HBVയും HCVയും എൻവലപ്ഡ് വൈറസാണ്. ഈ നോൺ എൻവലപ്ഡ് വൈറസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവോൺമെൻ്റലി ഇവർ ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. അതായത് എൻവലപ്പുള്ള വൈറസ് ആണെങ്കിൽ ഈ എൻവലപ്പ് പെട്ടെന്ന് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. എൻവലപ്പ് ഡാമേജ് ആയി കഴിഞ്ഞാൽ എൻവലപ്ഡ് വൈറസുകൾ ചാവും. ആൻഡ് എൻവലപ്പ് ഇല്ലാത്ത വൈറസ് ആണെങ്കിൽ അവർ ഹൈലി റെസിസ്റ്റൻ്റ് ആയിരിക്കും. ആസിഡായിട്ടും ഹീറ്റായിട്ടും ഫുഡിലും വാട്ടറിലൊക്കെ അവർ സർവൈവ് ചെയ്യും. ഇൻ ടേംസ് ഓഫ് ന്യൂക്ലിക് ആസിഡ് HAVയും HCVയും സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസുകളാണ്. ആൻഡ് HBV ഈസ് പാർഷ്യലി ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA വൈറസ്. നെക്സ്റ്റ് ഐ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് സ്ട്രക്ചറൽ പ്രോട്ടീൻസ് പ്രസൻറ്റ് ഇൻ ദീസ് വൈറസസ്. ആദ്യമായിട്ട് HIV. ഈ HIV എന്ന് പറയുമ്പോൾ ക്യാപ്സിഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഡയഗ്രാം അവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഓരോ ക്യാപ്സിഡും ക്യാപ്സോമിയർ ഇങ്ങനെ അടിക്കടിക്ക് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു ക്യാപ്സോമിയർ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 4 ടൈപ്പ് ഓഫ് ആൻറ്റിജനിക് പ്രോട്ടീൻസ് ഇൻ ടേംസ് ഓഫ് HAV. അതെന്ന് പറയാൻ നേരത്ത് VP1, VP2, VP3 ആൻഡ് VP4. അത് ഞാൻ ആ ഒരു നോട്ടിൽ മാർക്ക് ചെയ്തിട്ടില്ല, ബട്ട് നിങ്ങളുടെ കയ്യിൽ നോട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഒരു സിംഗിൾ ക്യാപ്സോമിയറിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ഇവർ 4 പേരും ആൻറ്റിജനിക് പ്രോട്ടീൻസ് ഓഫ് HAV ആണ്. നെക്സ്റ്റ് ഈസ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്. ഇവർക്ക് 3 സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആണ് കാണപ്പെടുന്നത്. ഏറ്റവും പുറമേ ഉള്ളത് HBS ആൻറ്റിജൻ, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആൻറ്റിജൻ. ഇവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവർ 2 കമ്പോണൻസ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നെന്ന് പറയാൻ നേരത്ത് A എന്ന് പറയുന്ന ഒരു ആൻറ്റിജൻ. ഈ രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്ന നേരത്ത് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 2 പ്രോട്ടീൻസ്. ഈ 2 പ്രോട്ടീനിൽ ഓരോരുത്തരെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ഒരു പെയർ ഓഫ് പ്രോട്ടീൻസിൽ നിന്നാണ്. അതായത് DY എന്ന് പറയുന്ന ഒരു പെയറുണ്ട്, അതുകൂടാണ്ട് WR എന്ന് പറയുന്ന ഒരു പെയറുണ്ട്. അപ്പോൾ DY-യിൽ നിന്ന് ഒരു പ്രോട്ടീൻ വരും, WR-ൽ നിന്ന് മറ്റൊരു പ്രോട്ടീനും വരും. ഈ 2 പേര് നമ്മൾ ആദ്യം പറഞ്ഞ A ആൻറ്റിജനില്ലേ അവരായിട്ട് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഈ HBS ആൻറ്റിജൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഈ 2 പെയറിൽ നിന്നും കൂടെ 4 സബ് ടൈപ്സ് ഓഫ് HBS ആൻറ്റിജൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
ADW, AYW, ADR, AYR എന്നിങ്ങനെ. ഏറ്റവും അകമേയുള്ള സ്ട്രക്ചറൽ പ്രോട്ടീൻ എന്ന് പറയാൻ നേരത്ത് ഹെപ്പറ്റൈറ്റിസ് ബി കോർ ആൻറ്റിജനാണ്. ഇവരെ നമ്മളങ്ങനെ സർക്കുലേഷനിലൊന്നും കാണാറില്ല. ബട്ട് ഇവരെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ ലിവറിനകത്തുള്ള ഹെപ്പാറ്റോസൈറ്റ്സിനെ എടുത്ത് ഇമ്മ്യൂണോ ഫ്ലോറസെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് നേരത്തെ പറഞ്ഞ HBS ആൻറ്റിജൻ്റെയും ഹെപ്പറ്റൈറ്റിസ് ബി കോർ ആൻറ്റിജൻ്റെയും ഇടക്കായിട്ട് ചുമ്മാ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഒരു ആൻറ്റിജൻ കാണും. ദാറ്റ് ഈസ് ഹെപ്പറ്റൈറ്റിസ് ബി പ്രീ കോർ ആൻറ്റിജൻ, അല്ലെങ്കിൽ HBeAg എന്ന് പറയും. ഇവരെന്ന് പറയാൻ നേരത്ത് ബ്ലഡിലോട്ട് സെക്രീറ്റ് ആക്കപ്പെടുന്ന ഒരു ആൻറ്റിജനാണ്, സർക്കുലേഷനിൽ കാണപ്പെടും. ആൻഡ് ഇൻ കേസ് ഓഫ് HCV ഇവർക്ക് 3 സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആണുള്ളത്. ഏറ്റവും സെൻട്രലായിട്ടുള്ളത് കോർ പ്രോട്ടീൻ C ആൻഡ് 2 എൻവലപ്ഡ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണ് ഇവർക്കുള്ളത്, അതായത് E1 ആൻഡ് E2. ആൻഡ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കേസിൽ HBS ആൻറ്റിജൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതാണ് അവരുടെ കയ്യിലുള്ള എൻവലപ്ഡ് സ്ട്രക്ചറൽ പ്രോട്ടീൻ. ആൻഡ് നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് സം ഓഫ് ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദീസ് വൈറസസ്. ഈ HIV കേസിലാണെങ്കിൽ അവരുടെ അകത്തൊരു സ്പെഷ്യൽ പ്രോട്ടീൻ ഉണ്ട്. നിങ്ങൾക്ക് പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോട്ടീൻ, VPG പ്രോട്ടീൻ, വൈറൽ പ്രോട്ടീൻ ജിനോം ലിങ്ക്ഡ് പ്രോട്ടീൻ. അപ്പോൾ ഇവർ ഈ വൈറസിൻ്റെ റെപ്ലിക്കേഷനൊക്കെ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ്. വലിയ ആൻറ്റിജനിക് റോൾ ഇവർക്കില്ല. ആൻഡ് ഇൻ കേസ് ഓഫ് HBV ഇവർക്ക് 3 പ്രോട്ടീൻസ് ഉണ്ട്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, RNase H ആൻഡ് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. ഇതിൽ DNA പോളിമറൈസ് മാത്രമേ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഇൻ ടേംസ് ഓഫ് HCV ഇവർക്ക് 6 നോൺ സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആണുള്ളത്. ദേ ആർ NS2, NS3, NS4A ആൻഡ് NS4B, NS5A ആൻഡ് NS5B. ഈ NS എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നോൺ സ്ട്രക്ചറൽ എന്നാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, അതായത് എനിക്ക് തന്നിരിക്കുന്ന നോട്ടിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇല്ല. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ നോട്ടിൽ കൊടുത്തിട്ടുള്ളൂ. ബട്ട് ക്ലാസ് എടുക്കാൻ നേരത്ത് ഞാൻ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോട്ട് ചെയ്തിട്ട് പോകാം. അടുത്തതായിട്ട് സ്റ്റെബിലിറ്റിയുടെ ബേസിസിൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ ബേസിസിൽ നമുക്ക് ഈ 3 ആൾക്കാരെ ഒന്ന് പഠിക്കാം. ദ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളതും മോസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വൈറസ് എന്ന് പറയുമ്പോൾ HAV ആണ്. കാരണം ഇവർക്ക് എൻവലപ്പ് ഇല്ല, ബട്ട് ദേ ഹാവ് എ സ്ട്രോങ് ക്യാപ്സിഡ് പ്രോട്ടീൻ കവറിംഗ് ഉണ്ട്. ഇവരെന്ന് പറയുമ്പോൾ ആസിഡിൻ്റെ പ്രസൻസിൽ, അതായത് ഈവൻ ഇൻ pH 1, പിന്നെ ഹീറ്റിൻ്റെ പ്രസൻസിൽ 60 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂർ ഹീറ്റ് ചെയ്താലും, പിന്നെ 20% ഈതറിൻ്റെയൊക്കെ പ്രസൻസിൽ ദേ ആർ സ്റ്റേബിൾ, അവർ നശിച്ചു പോകുന്നില്ല. ആൻഡ് ഇവരെ നമുക്ക് പ്രിസർവ് ചെയ്യണമെങ്കിൽ ഡ്രൈഡ് സ്റ്റേറ്റിൽ 1 മാസം വരെയും -20 ഡിഗ്രി സെൽഷ്യസിൽ വർഷങ്ങൾ വരെയും നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇവരെ നമുക്ക് കൊല്ലണമെങ്കിൽ വി ക്യാൻ ഡു ഓട്ടോക്ലേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വാട്ടർ 5 മിനിറ്റോളം ബോയിൽ ചെയ്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഹോട്ട് എയർ ഓവൻ, UV റേസ്, ഫോർമാലിൻ അല്ലെങ്കിൽ ക്ലോറിനൊക്കെ ഉപയോഗിച്ചാൽ മതി. ആൻഡ് ഇൻ കേസ് ഓഫ് HBV ആൻഡ് HCV 2 ആൾക്കാരും എൻവലപ്ഡ് വൈറസാണ്. ഈ ലിപ്പിഡ് എൻവലപ്പ് എന്ന് പറയാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് നശിപ്പിച്ച് കളയാൻ പറ്റുന്നൊരു കവറിംഗ് ആണ്. ഇതിൽ HBV ആണ് ഇത്രയും കൂടെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്. അതിന് കാരണം ഇവർക്ക് ഡ്രൈഡ് ബ്ലഡിൽ 7 ദിവസം വരെയും -20 ഡിഗ്രി സെൽഷ്യസിൽ വർഷങ്ങളോളവും റൂം ടെമ്പറേച്ചറിൽ 7 ദിവസം വരെയും 4 ഡിഗ്രി സെൽഷ്യസിൽ 2 ദിവസം വരെയും നമുക്ക് ഇവരെ സർവൈവ് ചെയ്യിപ്പിക്കാനും പ്രിസർവ് ചെയ്യിപ്പിക്കാനും പറ്റും. ആൻഡ് ഇവരെ കൊല്ലാനാണെങ്കിൽ ജസ്റ്റ് 60 to 70 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓട്ടോക്ലേവ് ചെയ്യാം, ഹൈപ്പോക്ലോറൈറ്റിൽ ട്രീറ്റ് ചെയ്യാം, ആൻഡ് ഡിറ്റർജൻസോ ഡിസിൻഫെക്റ്റൻസോ യൂസ് ചെയ്താലും മതി. എൻവലപ്ഡ് വൈറസ് അല്ലേ, പെട്ടെന്ന് ചത്തേക്കും. ആൻഡ് ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് C വൈറസ് ദേ ആർ ദ മോസ്റ്റ് വീക്കസ്റ്റ് വൺ. ഭയങ്കര ഫ്രജൈലായിട്ടുള്ള ലിപ്പിഡ് എൻവലപ്പാണ് ഇവർക്കുള്ളത്. ബോഡിക്ക് പുറത്ത് വളരെ ഷോർട്ട് ടൈം മാത്രമേ ഇവർ സർവൈവ് ചെയ്യത്തുള്ളൂ കേട്ടോ. ജസ്റ്റ് ഹീറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഓട്ടോക്ലേവ് ചെയ്താൽ, ഡിറ്റർജൻറ്റ് യൂസ് ചെയ്താൽ, ഡിസിൻഫെക്റ്റൻസ് യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ ഡ്രൈയിങ്ങിൽ വരെ ഇവർ ചത്തുപോകും. നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദെയർ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇൻ കേസ് ഓഫ് HAV ദെയർ മെയിൻ പാത്ത് എന്ന് പറയുമ്പോൾ ഫീക്കോ ഓറൽ റൂട്ടാണ് കേട്ടോ. ഇത് കൂടാണ്ട് 2 റൂട്ടും കൂടെ ഉണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ ഹോമോസെക്ഷൽസിൽ ഓറോജെനിറ്റൽ കോൺടാക്റ്റിലൂടെ, അതുകൂടാണ്ട് പേരൻ്ററൽ റൂട്ടുണ്ട്, അതായത് നീഡിൽ പ്രിക്കോ ഇൻഫെക്റ്റഡ് ബ്ലഡ് പ്രോഡക്ട്സ് ട്രാൻസ്ഫ്യൂഷൻ വഴിയോ സ്പ്രെഡ് ആവാം ഈ ഒരു വൈറസ്. ആൻഡ് ഇൻ ടേംസ് ഓഫ് HBV ആൻഡ് HCV ഇറ്റ് ഈസ് നോട്ട് ത്രൂ ഫീക്കോ ഓറൽ റൂട്ട്. ഇൻ ടേംസ് ഓഫ് HBV 4 മോഡ് ഓഫ് ട്രാൻസ്മിഷനാണുള്ളത്. ആദ്യത്തേത് പേരൻ്ററൽ റൂട്ട്, അതായത് ബ്ലഡ് പ്രോഡക്ട്സോ നീഡിൽ പ്രിക്കോ വഴി വെറും 0.00001 ml ബ്ലഡ്, അതായത് പോയിൻ്റ് കഴിഞ്ഞിട്ട് 4ഓളം 0 ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും എമൗണ്ട് ഇൻഫെക്റ്റഡ് ബ്ലഡ് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് B ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഇൻഫെക്റ്റ് ആവാനുള്ള സാധ്യത ബ്ലഡ് വഴി 30% ആണ്. കമ്പാരേറ്റീവ് ടു HCV അവർക്ക് 3% ഉള്ളൂ. ആൻഡ് HIV ബ്ലഡ് നമ്മുടെ ബോഡി കയറി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വെറും 0.3% ആണെന്ന് ഓർക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് B വൈറസിനാണ്. ദാറ്റ് ഈസ് 30% ചാൻസ് ഓഫ് ഗെറ്റിംഗ് ദി ഇൻഫെക്ഷൻ. ആൻഡ് ദ സെക്കൻഡ് റൂട്ട് ഈസ് ത്രൂ സെക്ഷൽ റൂട്ട്, അതായത് ഹോമോസെക്ഷൽസിൽ മെയിൽ ടു മെയിൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്നവർക്ക് ഈ ഒരു അസുഖം വരാൻ സാധ്യത കൂടുതലാണ്. ആൻഡ് പെരിനേറ്റൽ ട്രാൻസ്മിഷൻ ഉണ്ട്, അതായത് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയും. അമ്മയിൽ നിന്നും കൊച്ചിലോട്ട് ഈ ഒരു വൈറസ് ട്രാൻസ്മിറ്റ് ആവാറുണ്ട്. അത് മേ ബി ഇൻ യൂട്രോ, അതായത് ഫീറ്റസ് അമ്മയുടെ അകത്ത് ഇരിക്കുമ്പോൾ ട്രാൻസ്മിറ്റ് ആവാം, അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് ട്രാൻസ്മിറ്റ് ആവാം, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്തും ട്രാൻസ്മിറ്റ് ആവാം. ആൻഡ് ദ ഫൈനൽ റൂട്ട് ഈസ് ത്രൂ ഡയറക്റ്റ് സ്കിൻ കോൺടാക്റ്റ്.
അതായത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഉള്ളവർക്ക് ഇംബിച്ചിഗോയൊക്കെ വരാറുണ്ട്. അതൊരു സ്കിന്നിൽ കാണപ്പെടുന്ന ലീഷനാണ്. അപ്പോൾ അതുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വൈറസ് ട്രാൻസ്മിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് ഇൻ കേസ് ഓഫ് HCV ദേ ഓൾസോ ഹാവ് 3 റൂട്ട്സ്. വൺ ഈസ് പാരൻറ്ററൽ റൂട്ട്, അതായത് ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സ് നീഡിൽ പ്രിക്കൊക്കെ വഴി, അല്ലെങ്കിൽ വെർട്ടിക്കൽ റൂട്ട്, ദാറ്റ് ഈസ് മദർ ടു ഫീറ്റസ്, ആൻഡ് സെക്ഷൽ റൂട്ട്, മോസ്റ്റ് പ്രോബബ്ലി ഇൻ ഹോമോസെക്ഷൽസ്, മെയിൽ ടു മെയിൽ ഇൻട്രാക്ഷൻ ഉള്ളവർക്ക്. അടുത്തതായിട്ട് നമുക്ക് ഇവരുടെ എപ്പിഡമോളജി നോക്കാം. എപ്പിഡമോളജി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു ഡിസീസിൻ്റെ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിലുള്ള ഡിസ്ട്രിബ്യൂഷനും അവരുടെ ഡിറ്റർമിനൻസും. ഈ ഡിസ്ട്രിബ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആർക്കൊക്കെ എപ്പോഴൊക്കെ എവിടെയൊക്കെ വെച്ച് ഈ ഒരു അസുഖം വന്നു. ആൻഡ് ഡിറ്റർമിനൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെ അസുഖം വരാനുണ്ടായ കാരണം, പിന്നെ എന്തൊക്കെയാണ് ഈ അസുഖം വരാനുണ്ടായ റിസ്ക് ഫാക്ടേഴ്സ്, ആർക്കൊക്കെ ഈ ഒരു അസുഖം പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ഷോർട്ട് ഫോമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ DWWW ആൻഡ് ഡിറ്റർമിനൻസിൻ്റെ കേസിൽ DCR എന്നൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷോർട്ട് ഫോം ഉണ്ടാക്കി പഠിക്കാം. അപ്പോൾ എപ്പിഡമോളജി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂഷനിൽ കിടക്കുന്ന 3 ആൾക്കാരെയും ഡിറ്റർമിനൻസിൽ കിടക്കുന്ന 2 ആൾക്കാരെയും ചേർത്ത് എഴുതിയാൽ മതി. ആൻഡ് ഇൻ ടൈംസ് ഓഫ് HAV ചിൽഡ്രൻസിലും യങ്ങർ അഡൾട്ട്സിലൊക്കെ ആയിരിക്കും ഈ അസുഖം കൂടുതലായിട്ടും വരുന്നത്. കാരണം അവരായിരിക്കും പൊതുവേ പുവർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കേസിൽ അഡൾട്ടിലും ഇൻഫൻസിലും വരാറുണ്ട്. ഇൻഫൻസിൽ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസും അഡൾട്ടിൽ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാറുണ്ട്. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് സിയുടെ കേസിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും വരാറുണ്ട്, കൂടുതലും അഡൾട്ടാണ്. ആൻഡ് ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എ എപ്പോഴൊക്കെയാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കാലങ്ങളിൽ, അതായത് സമ്മറിലും എയർലി വിൻ്ററിലും ഈ ഒരു അസുഖം ഉണ്ടാവാറുണ്ട്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും സിയുടെയും കേസിൽ ത്രൂ ഔട്ട് ദ ഇയർ ആണ്, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. ആൻഡ് ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എ എവിടെയൊക്കെയാണ് ഈ അസുഖം കൂടുതലായിട്ടും ഉണ്ടാകുന്ന ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ക്യാമ്പുകളിൽ, ഡേ കെയർ സെൻറ്ററുകളിൽ, ഹൗസ് ഹോൾഡ്സുകളിൽ, മിലിറ്ററി ക്യാമ്പുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇൻ ടേംസ് ഓഫ് HBV ഇത് ഒരു സ്പൊറാഡിക് ഡിസീസാണ്. അതായത് ഇറഗുലർ ആയിട്ടായിരിക്കും, പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും കാണത്തില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഐസൊലേറ്റഡ് കേസുകളൊക്കെ ആയിരിക്കും. കൂടുതലും കേസുകൾ വരുന്നത് ഹോസ്പിറ്റലിലായിരിക്കും. കാരണം ബ്ലഡ് പ്രോഡക്ട്സ് നീഡിൽ പ്രിക്കൊക്കെ വഴിയാണല്ലോ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ട്രാൻസ്മിറ്റ് ആവുന്നത്. ലോകത്തിൽ റിപ്പോർട്ടഡ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബി വൈറസുകളുടെ കേസുകളുടെ എണ്ണം എടുത്തപ്പോഴത്തേക്കും ഇന്ത്യ 2ാമതാണ് കേട്ടോ. ആൻഡ് ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് സി ഇവർ കൂടുതലും കാണപ്പെടുന്നത് ഡ്രഗ് യൂസിങ് കമ്മ്യൂണിറ്റീസിലാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് എയുടെയും ബിയുടെയും സിയുടെയും കാരണങ്ങൾ, അതായത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മോഡ് ഓഫ് ട്രാൻസ്മിഷനിൽ പഠിച്ചായിരുന്നു. അത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാവുന്നതാണ് ഷോർട്ടാക്കി. ആൻഡ് ദ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ദ ഡിസീസ് എന്ന് പറയാൻ നേരത്ത് ഇൻ കേസ് ഓഫ് HAV പുവർ പേഴ്സണൽ ഹൈജീനും ഓവർ ക്രൗഡിങ് ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ എന്ന് പറയാൻ നേരത്ത്. ഇതൊക്കെ കാരണം ഫുഡൊക്കെ കണ്ടാമിനേറ്റ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ MSM മെൻ ഹൂ ഈസ് ഹാവിങ് സെക്സ് വിത്ത് അതർ മെൻ, ഇവർക്കും ഈ ഒരു അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എൻഡമിക് ഏരിയകളിലോട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കും ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് വരാൻ സാധ്യത കൂടുതലാണ്. ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്നതും മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ് ഉള്ളതും IV ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്കും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്തും ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സുമായിട്ടും ഇടപെടുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്, അതായത് സർജൻസ്, ലാബ് ടെക്നീഷ്യൻസിനൊക്കെ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. ആൻഡ് ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് IV ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നവരിലാണ് ഇത് കൂടുതലും ഒരു റിസ്ക് ഫാക്ടറായിട്ട് കരുതപ്പെടുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്ന് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ, ബി ആൻഡ് സി വൈറസിൻ്റെ മോർഫോളജി, റെസിസ്റ്റൻസ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് എപ്പിഡമോളജി കവർ ചെയ്തിട്ടുണ്ട്. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദെയർ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, സീറോളജിക്കൽ മാർക്കേഴ്സ്, ലാബ് ഡയഗ്നോസിസ്, പ്രിവെൻഷൻ ആൻഡ് കണ്ടെയ്ൻമെൻറ്റ് എലോങ് വിത്ത് വാക്സിൻസ്.